ഈ എങ്ങോട്ടാ പോണേ? എങ്ങോട്ടാ? ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവാ. ആർക്ക്? കസ്റ്റമർ അല്ല, എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് ഞാൻ സർപ്രൈസ് കൊടുക്കാൻ പോവാ. നമുക്ക് കാണല്ലേ, നോക്കല്ലേ ആർക്കാന്നുള്ളത്. ബൈ, പോയരാ. ഈ ഗിഫ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടെ. വേറെ ഒന്നുമല്ല, എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു 7 മന്ത് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പം ഒരു ലോറി ആക്സിഡൻറ്റ്. ഇപ്പം പറയുമ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറയുന്നുണ്ട്, പക്ഷേ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഇന്നിങ്ങനെ ചിരിച്ചിരിക്കുന്ന എന്നെ തന്നെ ആക്കിയെടുക്കാൻ വേണ്ടി കുറേ ഞാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഈ ഒരു മോളായിരുന്നു അന്ന് എൻ്റെ വയറ്റിലുള്ളത്. അപ്പം ആ സമയത്ത് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഡോക്ടർ അർജുൻ. ആൾ മെഡിക്കൽ കോളേജിലായിരുന്നു, ഇപ്പം വയനാട്ടിൽ മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ ആൾക്കൊരു ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ഗിഫ്റ്റ് ഇപ്പം കൊടുക്കുന്നത്. കാരണം ബർത്ത്ഡേൻ്റെ സമയത്ത് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ ആളെ കാണാൻ വേണ്ടി വയനാട് പോയപ്പം അന്നും കൊടുക്കാൻ പറ്റില്ല. കാരണം വയനാട് ചുരത്തിൽ ഫുള്ളും എന്തോ പ്രോബ്ലംസ് ആയിട്ട് ബ്ലോക്കൊക്കെ ആയിട്ട് പോകാൻ പറ്റില്ല, റിട്ടേൺ വന്നു. ആൾ പിന്നെ നാട്ടിലേക്ക് ഒരു 2 ഡേയ്സ് കഴിഞ്ഞപ്പോൾ നാട്ടിൽ വന്ന സമയത്താണ് ഇത് കൊടുക്കുന്നത് കേട്ടോ. പക്ഷേ എന്തോ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. കാരണം ആൾക്കല്ലാണ്ട് പിന്നെ വേറെ ആർക്ക് കൊടുക്കാനാണ് ഗിഫ്റ്റൊക്കെ. കാരണം ഇന്നിങ്ങനെ ചിരിച്ചിരിക്കാൻ, ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കാനും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഡോക്ടർ. ആൾ ഭയങ്കര എന്താ പറയുക, സാധാരണ ഡോക്ടർമാരെന്നൊക്കെ പറയുമ്പം നമുക്ക് ഒരു ചെറിയൊരു പേടിയല്ലേ ഉള്ളിൽ. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ഫ്രണ്ട് പോലെയൊക്കെ തോന്നി എനിക്ക്. കുറേ നേരം സംസാരിക്കും. പിന്നെ ഡ്രസ്സ് ചെയ്യാൻ വരികയാണെങ്കിലൊക്കെ എനിക്ക് ഒരുപാട് പെയിനും കാര്യങ്ങളുണ്ടാവും. പക്ഷേ ആ ഡോക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ എനിക്കൊരു പെയിനും ഉണ്ടാവില്ല. എൻ്റെ പെയിനൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. എവിടെയായിരുന്നു പെയിൻ, എന്താണ് പറയേണ്ടതെന്നൊന്നും ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ ഇവർ പോയി കഴിഞ്ഞാലായിരിക്കും വീണ്ടും എനിക്ക് പെയിൻ വരിക. അപ്പം അത്രയും പീസ്ഫുള്ളായിരുന്നു കേട്ടോ. ഇതേപോലെ തന്നെ ഒരാളും കൂടെ ഉണ്ട്. അവർ 2 പേരാണ് എന്നെ ട്രീറ്റ് ചെയ്യാൻ വരാറ്. ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്, പക്ഷേ എല്ലാവരുടെ പേരൊന്നും എടുത്ത് പറയാൻ എനിക്കറിയില്ല. കാരണം ഈ 2 പേരായിട്ട് ഞാൻ ഭയങ്കര കമ്പനി ആയിട്ടുണ്ട്. കാരണം അത്യാവശ്യം ഒരു ലോങ് ടൈം എന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചൊക്കെ മനസ്സിലാക്കും. അതുപോലെ എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ 2 ഡോക്ടേഴ്സിന്. ഒരാൾ ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ തന്നെയാണ്. ആളുടെ പേര് സുധർ എന്നാണ്. ഈ ഒരു മൊമെൻറ്റിൽ ആളെ നന്നായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ ഫാമിലിക്കും അതുപോലെ അർജുൻ ഡോക്ടറിനും ഒരുപാട് താങ്ക്സ്.